പ്രൈവറ്റ് ബസ്സുകാർക്ക് കോളടിക്കാൻ പോകുന്നു. പ്രൈവറ്റ് ബസ്സുകളും സർക്കാർ ബസ്സുകളാക്കാൻ പദ്ധതി വരുന്നു. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര മലബാറിലുൾപ്പെടെ വ്യാപിപ്പിക്കാനും സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ സർക്കാർ അങ്ങ് ഏറ്റെടുക്കും. അതിനായുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിജയിച്ച പദ്ധതിയാണിത്. അവിടെ സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ബസ്സുകൾ മുഴുവൻ ഏറ്റെടുത്ത് ബസ്സിൻ്റെ സർവീസിൻ്റെ മുഴുവൻ ചുമതലയും അവർക്കാണ്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് KSRTC നിശ്ചിത വാടക നൽകും. ഡ്രൈവർക്കുള്ള ശമ്പളം ബസ് ഉടമ നൽകണം. ആ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. KSRTCയിൽ നിന്നാണ് കണ്ടക്ടർ. ബസ്സുകളുടെ അറ്റകുറ്റപ്പണിയും ഇന്ധന ചെലവും KSRTC തന്നെ വഹിക്കും. പദ്ധതി നടപ്പായാൽ ഗ്രാമീണ റൂട്ടുകളിലടക്കം കൂടുതൽ ബസ്സുകൾ ഓടിക്കാം. അനവസരത്തിലുള്ള ചാർജ് വർധനയും ഒഴിവാകും. ചെലവ് കൂടുന്നെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന പരാതി. ഇതേ തുടർന്നാണ് ചാർജ് വർധനയും നികുതി ഇളവുമെല്ലാം അവർ ആവശ്യപ്പെടുന്നത്. ദിവസ വരുമാനത്തെക്കാൾ കൂടിയ തുക വാടക ലഭിക്കുന്നതിനാൽ സ്വകാര്യ ബസ് ഉടമകളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പ്രിയദർശിനി പദ്ധതി കാരണം വരുമാനം ഇടിഞ്ഞെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പരാതി. ഇതിൽ സർക്കാരിനും, അതായത് KSRTCക്കും നേട്ടങ്ങളുണ്ട്. സർക്കാരിന് പുതിയ ബസ്സുകൾ വാങ്ങണ്ട. ചാർജ് വർധനയും കൺസെഷൻ നിരക്കും ന്യായമായി തീരുമാനിക്കാം. ദേശസാൽക്കരണം പൂർത്തിയാകും. കണ്ടക്ടർമാരുടെ കൂടുതൽ തസ്തിക സൃഷ്ടിക്കാനാകും. മാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകാർക്ക് വാടക കിട്ടുന്നത് മിച്ചം. ആകെ ചെലവ് ഡ്രൈവർക്കുള്ള ശമ്പളം മാത്രം. ഇത് നടപ്പായാൽ പുതിയ ഒരു നിക്ഷേപ സാധ്യത തന്നെ തുറന്നു കിട്ടുകയാണ്. കാശുള്ളവർക്ക് ബസ്സുകൾ വാങ്ങി വാടകയ്ക്ക് KSRTCക്ക് നൽകാം. വാടക കിട്ടും. ഇതോടെ പ്രൈവറ്റ് ബസ്സുകാരുടെ പരാതികളും ആശങ്കകളും തീരും. KSRTCക്ക് വരുമാനവും കിട്ടും. പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടംപോലെ ബസ്സുകളും. എന്തുകൊണ്ടും ഉപകാരപ്രദമായ പദ്ധതിയാണിത്. ഇതിനാണ് പറയുന്നത്, എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ പുളി കൊടുക്കണം.